ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അരി അരച്ച് ചക്കര ഒരുക്കി പാർന്നത്. നമുക്കിതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങാക്കൊത്ത് ഇവിടെ മൂപ്പിച്ചെടുക്കട്ടെ. നല്ലോണം മൂത്ത് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ 2-3 സ്പൂൺ മൈദപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ആക്കി കൊടുക്കട്ടെ നല്ലോണം. നമ്മൾ തേങ്ങാക്കൊത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് അപ്പക്കാരം ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എനിക്കിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും നേരമില്ല, അതുകൊണ്ട് വേഗം ചൂടുകയാണ്. നന്നാവും എന്താ അറിയില്ല. നമ്മൾ ചട്ടി ഇവിടെ വെച്ച് കൊടുത്താണ്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ട് നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മളെ എണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മളിവിടെ ചായക്കൊക്കെ വെള്ളം വെച്ചിരിക്കണേ. വൈകുന്നേരം അപ്പം നിന്നാൽ പൂതി ആയാലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ബിസ്മിൻ ചൊല്ലി ഒന്നാമത്തേത് പാർന്നിക്കണേ. എന്താണ് ആവോ, പൊന്തി വരുന്നുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കുഴപ്പമില്ലാത്ത രീതിക്ക് കിട്ടുന്നേ. നമ്മൾ മയത്തിന് വേണ്ടി കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുത്തത്. പഴത്തിന് പകരം കുറച്ച് ചോറാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് നെയ്യപ്പം മഴ ഉണ്ടാവും. നമ്മൾ നെയ്യപ്പം കണ്ടില്ലേ. അങ്ങനെ നമുക്ക് ഫുള്ള് ചുട്ടെടുക്കാം. നമ്മൾ നെയ്യപ്പം ഇപ്പം നല്ലോണം നന്നാവുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.